ഫൈനലി ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായ ഫൈൻഡ് X8 പ്രോയും X8ഉം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതിലെ X8 പ്രോയിൽ ഡുവൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് രണ്ടിന്റെയും ക്വാളിറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ സെക്ഷനിൽ ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് ഒരുപാട് AI ഫീച്ചറൊക്കെ ഉള്ള ഈ X8 Pro നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. X8 Pro നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതാണ് X8 Pro. ക്വാഡ് കർവ് ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. കാണാനൊക്കെ നന്നായിട്ട് അവിടെ ഇരിക്കട്ടെ. X8 കൂടി നമുക്ക് എടുക്കാം. ഇതാണ് X8. ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. വിശദമായിട്ട് പറയാം. അതിനുമുമ്പ് ബോക്സിൽ കേസ്, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ മുകളിലിരിക്കുന്ന ഒരു ചെറിയ ബോക്സിനകത്ത്, അതുകൂടാതെ 80 വാട്ടിന്റെ ചാർജർ, ചാർജിംഗ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. X8 ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. രണ്ട് സെയിം ആണ് പാക്കിംഗ്. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. സോ ഇതാണ് ഫൈൻഡ് X8 Pro, ഇതാണ് ഫൈൻഡ് X8. രണ്ടിനെയും വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ X8 Proയുടെ കാര്യങ്ങൾ പറയാം. അതാണല്ലോ പ്രോ. അപ്പൊ നമുക്കൊരു മുൻഗണന കൊടുക്കാം. X8 രണ്ടാമതായിട്ട് നമ്മൾ പറയും. സോ X8 Proയുടെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഫോണിന്റെ തിക്നെസ് 8.4 mm ആണ്. 215 gram ആണ് വെയിറ്റ് വരുന്നത്. IP68, IP69 റേറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പിന്നെ സ്പെഷ്യൽ അലർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മ്യൂട്ട് ആക്കാനൊക്കെ സൗകര്യപ്രദമായി. ക്യാമറ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ബട്ടൺ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. ഇനി ക്ലിക്ക് ചെയ്യാനൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ക്ലിക്ക് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ബട്ടൺ തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ റൈറ്റ് സൈഡിൽ വോളിയം ബട്ടണും പവർ ബട്ടണുമാണ് കാണുക. താഴെ ഡുവൽ നാനോ സിമിന്റെ സ്ലോട്ട് ഉണ്ട്. ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, മുകളിലും സ്പീക്കർ ഗില്ല്, IR ബ്ലാസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. രണ്ട് കളറിലാണ് X8 Pro വരുന്നത്. സ്പേസ് ബ്ലാക്ക്, പേൾ വൈറ്റ്. സോ ഇങ്ങനെയാണ് X8 Proയുടെ ഡിസൈൻ. X8 വരുമ്പോൾ ഇത് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതായത് 193 gram വെയിറ്റ് വരുന്നുള്ളൂ. 7.8 mm സ്ലിം ആണ്. ഇതിനും അലർട്ട് സ്ലൈഡർ ഉണ്ട്. പക്ഷെ ആ ഒരു ക്യാമറ ബട്ടൺ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടില്ല. ക്യാമറയ്ക്കുള്ള ആ ക്യുക്ക് ബട്ടൺ കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ അലർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ രണ്ട് കളറാണ് വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.78 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ LTPO ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. 1.9 mm. ഈ സ്ലിം സൈഡിലത്തെ ബെസിൽസിന്റെ അളവ് നോക്കിയാൽ 1.9 mm മാത്രമേ ഉള്ളൂ. വിഷ്വലി സിമെട്രിക്കൽ ആയ ഒരു ബെസിൽസും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും ഈ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. വിഷ്വൽ ക്വാളിറ്റിക്കൊന്നും ഒരു വിഷയമില്ല. പ്രോ XDR, HDR എല്ലാതരം കോമ്പാറ്റബിലിറ്റിയും കൊടുക്കുന്നുണ്ട്. സോ HDR-ലൊക്കെ നിങ്ങൾക്ക് കണ്ടന്റുകൾ ഈസി ആയിട്ട് സ്ട്രീം ചെയ്ത് കാണാം. പിന്നെ സ്പ്ലാഷ് ടച്ച്, നനഞ്ഞ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് X8ന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെന്ന്. അതിന്റെയും ഈ ഒരു സൈഡ് ബെസിൽസ് ഒക്കെ നോക്കിയാൽ വളരെ കുറവാണ് കേട്ടോ. 1.45 mm സിമെട്രിക്കൽ ബെസിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാ സൈഡിലും 1.4 mm തന്നെ ഈക്വൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിലും 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. രണ്ട് ഫോണായാലും ഡിസ്പ്ലേ എക്സലന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി ഇതിന്റെ സ്പെഷ്യൽ സംഭവങ്ങളിലേക്ക് കടന്നാൽ, ക്യാമറ ഇതിൽ 50 മെഗാ പിക്സലിന്റെ 4 ക്യാമറ കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലാണ്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഒരു പ്രത്യേകതയുള്ളത്, ഈ രണ്ട് ഫോണും ഹസിൽബ്ലാഡ് കൊളാബറേഷനിലാണ് വരുന്നത്. സോ ഹസിൽബ്ലാഡ് മാസ്റ്റർ ക്യാമറ സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. എക്സ്ക്ലൂസീവ് ഡുവൽ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് X8 Pro വരുന്നത്. ഇതിന്റെ ക്യാമറ ബമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 24% ലെസർ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കൂടി കംഫർട്ടബിൾ ആണ് ഉപയോഗിക്കാൻ. പക്ഷേ സൂമിങ്ങിന്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ട്രിപ്പിൾ പ്രിസം ലെൻസ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് ക്വാളിറ്റിയിൽ സൂമിങ്ങിലും ഒന്നും ഒരു കുറവും വരുത്താതെ ഇതിന്റെ തിക്നെസ് കുറയ്ക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ക്വാളിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. ഫൈൻഡ് X8 Proയുടെ ക്യാമറ സാമ്പിളാണ് നമ്മൾ കാണാൻ പോകുന്നത്. 15 mm, അതായത് വൈഡ് ആംഗിൾ ക്യാമറ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുടെ സാമ്പിളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 1x, അതായത് 23 mm ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. 23 mm നോർമൽ ഫോട്ടോ ആണ്. ഇനി 2x മാറ്റി കഴിഞ്ഞാൽ 48 mm ഫോട്ടോ ആണ്. ഈ കാണുന്ന തരത്തിൽ അടിപൊളിയായിട്ട് എടുക്കാം. എങ്ങനെയുണ്ട് ഫോട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇനി 3x ഇട്ട് കഴിഞ്ഞാൽ 73 mm ഫോട്ടോ ആണ് വരിക. അത് ഈ കാണുന്ന തരത്തിലാണ് ക്വാളിറ്റി വരുന്നത്. സോ എങ്ങനെയുണ്ട് 73 mm ഫോട്ടോസ്? ഇനി 6x ഇട്ട് കഴിഞ്ഞാൽ 135 mm ഫോട്ടോസ് ആണ് വരിക. ഈ കാണുന്നതാണ് അതിന്റെ ക്വാളിറ്റി. സോ അപ്പോൾ നമുക്ക് പല ഫോക്കൽ ലെങ്ത്തുകളിൽ അടിപൊളിയായിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഇനി ഇതിന്റെ സൂമിംഗ് നോക്കി കഴിഞ്ഞാൽ ഈ 6x ഒപ്റ്റിക്കൽ സൂമിംഗ് നിൽക്കില്ല. അവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, കണ്ടോളൂ. 120x വരെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ സൂം ആണ്, പക്ഷേ 120x വരെയും സൂം ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഡുവൽ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറ സെറ്റപ്പിന്റെ ഫംഗ്ഷൻ. അടിപൊളിയാണ്. പിന്നെ ഇതിൽ ലൈറ്റ്നിങ് സ്നാപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി അല്ലെങ്കിൽ ചാടിക്കൊണ്ടിരിക്കുന്ന പൂച്ച, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാസ്റ്റ് മൂവിംഗ് ഒബ്ജക്റ്റുകളെ ഫോട്ടോ എടുക്കുമ്പോൾ അത് നല്ല ക്ലാരിറ്റിയിൽ കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് ഇവിടെ കാണാം 1-2 സാമ്പിളുകൾ. പിന്നെ 1-2 എക്സ്ട്രാ സംഭവങ്ങൾ, ഈ ഫിലിം സിമുലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ഇവിടെ കാണാം. 2-3 സാമ്പിളുകൾ. പിന്നെ സോഫ്റ്റ് ലൈറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് എടുത്താൽ ഏകദേശം ഇതുപോലെ ഇരിക്കും ഫോട്ടോസ്. സോഫ്റ്റ് ലൈറ്റുകളെ ഒന്ന് സോഫ്റ്റ് ആക്കി ഭംഗിയാക്കി തരുമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് സംഗതി? പിന്നെ ലൈവ് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ എടുത്തൊരു ലൈവ് ഫോട്ടോ ഇതിൽ കാണിച്ചു തരാം. അതായത് വീഡിയോ പോലെ തോന്നിക്കുന്ന ഫോട്ടോ. ഇനി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോൾബി വിഷൻ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ എടുത്തൊരു സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്നതാണ് മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. ഇതേപോലെ തന്നെ മെയിൻ ക്യാമറ സെൽഫി ക്യാമറ കൊണ്ട് നമുക്ക് 4K 60 FPS വരെ വേണമെങ്കിൽ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സാമ്പിളാണ് ഈ കാണുന്നത്. ഇത് 4K 30 FPS ആണ്. നമ്മുടെ വീഡിയോ 30 FPS ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 60 FPS വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കിട്ടുന്ന ക്വാളിറ്റി ഇങ്ങനെയായിരിക്കും. സോ അപ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് ആണ്.
എങ്കിലും നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ, അതുകൊണ്ട് ഞാനിത് അപ്പടി നല്ലതാണ് നിങ്ങൾ എടുക്കൂ എന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. പകരം നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ കമന്റ് ചെയ്യൂ, നമുക്ക് നോക്കാം, വിശദമായി ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, യൂസ്ഡ് റിവ്യൂ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. പിന്നെ ഈ ക്യാമറ ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്ത് 1, 2, 3, 4, 5 AI ഫീച്ചറുകളുണ്ട്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം, ഞാൻ വെറുതെ പറയല്ല, നന്നായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ AI എഡിറ്റർ എന്ന് പറയുന്ന ഈ സംഗതിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റിമൂവ് റിഫ്ലക്ഷൻ. ഈ ഒരു റിഫ്ലക്ഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തിട്ട് ആ ലൈറ്റ് റിഫ്ലക്ഷൻ കണ്ടോ, ആ റിഫ്ലക്ഷൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ റിഫ്ലക്ഷനുകളുള്ള ഇമേജുകളാണെങ്കിൽ ആ റിഫ്ലക്ഷൻ കളഞ്ഞു തരും. അടുത്തൊരു സംഗതിയാണ് AI ഇറൈസർ. നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ ആ കാറിൻ്റെ ഇമേജ് വേണ്ട, ഇത് അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയുന്ന പരിപാടി. അതേപോലെ ക്വാളിറ്റി ഇല്ലാത്ത, ക്ലാരിറ്റി കുറവുള്ള സംഗതികളാണെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി കൂട്ടാൻ നമ്മൾ ഇതിൽ ജസ്റ്റ് എൻഹാൻസ് ക്ലാരിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഒന്നും കൂടി കൂട്ടി കാണിക്കുന്ന ഒരു സംവിധാനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി ബ്ലറി ആയ ഫോട്ടോസൊക്കെ ആണെങ്കിൽ അൺബ്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ബ്ലർനെസ് ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെ യൂസ്ഫുൾ ആയ കുറച്ച് AI ഫീച്ചേഴ്സ് ഇത്തവണ ക്യാമറയുടെ ഭാഗത്ത് ഇവർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ X8 പ്രോയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. X8നെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ X8ൽ വരുമ്പോൾ ഈ ഡുവൽ പെരിസ്കോപ്പിക് സെറ്റപ്പ് ഇല്ല. 3 50 മെഗാ പിക്സലിന്റെ ക്യാമറകളാണ്, ഒന്ന് മെയിൻ, പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ, പിന്നെ മൂന്നാമത്തെ ടെലിഫോട്ടോ ക്യാമറയാണ് 50 മെഗാ പിക്സലിന്റെ കൊടുത്തിരിക്കുന്നത്. 1-2 ക്യാമറ സാമ്പിളോടെ കാണാം. സെൽഫി ക്യാമറ സാമ്പിൾ ഞാനോട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ബാക്കിയെല്ലാം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് പരത്തുന്നില്ല. സോ അപ്പോൾ അങ്ങനെയാണ് ഈ 2 ഫോണുകളുടെ ക്യാമറ സെറ്റപ്പ്. ഇനി പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ ഈ 2 ഫോണിലും Dimensity 9400 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ തന്നെയാണ്. മീഡിയാടെക്കിന്റെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. അത് 3nm പ്രോസസറാണ്. രണ്ടിനെയും പവർ അപ്പ് ചെയ്യുന്നത് യാതൊരു ഇഷ്യൂ ഇല്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോഴേക്കും ഞാൻ ഉപയോഗിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ യൂസർ ഇന്റർഫേസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. BGMI X8 പ്രോയിൽ ഞാൻ BGMI ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, അതും നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ്, അപ്പോൾ ഒന്നും നോക്കാനില്ല, അത് അങ്ങനെ വർക്ക് ചെയ്യണം. അതിവിടെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഓപ്പോ ഫോണൊക്കെ ഗെയിമിംഗ് ഫോണായിട്ട് ആൾക്കാർ എടുക്കുമെന്ന് എനിക്കറിയില്ല. എടുക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്, അതിൽ വിഷയമൊന്നുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ LPDDR5X RAM ആണ് വരുന്നത്. UFS 4.0 സ്റ്റോറേജ് വരുന്നുണ്ട്. X8ലും സെയിം പ്രോസസറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. X8 എടുത്താലും ഇത്തിരി വലിപ്പം കുറഞ്ഞ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൺ ആവുമെന്നേ ഉള്ളൂ. പെർഫോമൻസ് ഒക്കെ സെറ്റാണ്. ഇനി ഫോണുകളുടെ ബാറ്ററി നോക്കിയാൽ വ്യത്യാസമുണ്ട്. ഇതിൽ വന്നിട്ട് 5910 mAh ബാറ്ററിയാണ്. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഫാസ്റ്റ് ചാർജിംഗ്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എയർ വൂക്ക് എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. ഓപ്പോ മാഗ്സേഫ് സംവിധാനത്തിനൊപ്പം അത് വർക്ക് ചെയ്യുക. പിന്നെ 10 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 2 ഫോണിന്റെയും ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഇത്തവണ വരുന്നത് കാർബൺ സിലിക്കൺ ബാറ്ററികളാണ് ഓപ്പോ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിച്ച് വരുമ്പോൾ അതിൻ്റെ സൈക്കിളുകൾ പെട്ടെന്ന് തീർന്നു പോകുന്ന, അല്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് തീർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇവിടെ അതുണ്ടാവില്ല. കാർബൺ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറെ കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാർജിങ് സൈക്കിളുകൾ പെട്ടെന്ന് തീരില്ല, ബാറ്ററിയുടെ ഹെൽത്ത് തീരില്ല എന്നുള്ള ഗുണങ്ങളൊക്കെയാണ് ഈ കാർബൺ സിലിക്കൺ ബാറ്ററിക്കുള്ളത്. സോ അപ്പോൾ അങ്ങനെയാണ് ഈ 2 ഫോണുകളുടെയും ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ്. ഇനി ഇത് കൂടാതെ ഈ ഫോണിൽ ഒരുപാട് AI ഫീച്ചറുകൾ വരുന്നുണ്ട്. കാരണം ഇത് ഓൾറെഡി ColorOS 15 Android 15 ബേസ്ഡ് ആണ്. അതിൽ ഒരുപാട് AI ഫീച്ചറുകൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ കുറേ കൂടി നന്നാക്കി കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ AI സ്റ്റുഡിയോ നമുക്ക് ഓൾറെഡി അറിയാം, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത് അതിലുള്ള ഒരു ഫോട്ടോയുടെ സ്റ്റൈലിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ മാറ്റി ഇതുപോലെ ഭംഗിയാക്കി ഇങ്ങോട്ട് തരും. സോ ആവശ്യമുള്ളവർക്ക് AI സ്റ്റുഡിയോ ഉപയോഗിച്ച് ഇതുപോലത്തെ ഫോട്ടോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതൊരു ഫൺ ഫാക്ടറാണ്. അതല്ലാതെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സൈഡ് ബാർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ AI സമ്മറി, AI സ്പീക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ അവിടെ വരും. ഇനി ഇതിന്റെ നോട്ടിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുകളിൽ AI റൈറ്റർ എന്ന ഒരു സംഗതി വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് AI റൈറ്റർ വരും. റൈറ്റ് ചെയ്യാം, സ്പെൽ ചെക്ക് ചെയ്യാം, റീറൈറ്റ് ചെയ്യിക്കാം. പല രീതിയിലേക്ക് മാറ്റി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ AI റൈറ്റർ എന്ന് പറയുന്ന ടൂൾ ബോക്സ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി മറ്റൊരു സംഗതിയാണ് ഈ ഡോക്യുമെന്റ്. അതായത് നിങ്ങൾ ഈ ഡോക്യുമെന്റ് ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഡോക്യുമെന്റ് അതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിലുള്ള വേർഡ് ഡോക്യുമെന്റ് വേണമെങ്കിൽ AI ടൂൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ടു PDF എന്നോ അങ്ങനെയുള്ള കൺവേർഷനുകൾ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുവേണ്ടി ഡോക്യുമെന്റ് ആപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനി AI റെക്കോർഡർ, അവരുടെ റെക്കോർഡിംഗ് ആപ്പിനകത്ത് നിങ്ങളൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡിംഗ് ആപ്പിന്റെ ആ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സമ്മറൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്കോർഡിങ്ങിനെ ടെക്സ്റ്റ് ആക്കി സമ്മറൈസ് ചെയ്ത് കയ്യിലോട്ട് തരും. ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഫൈൻഡ് X8ലും വരുന്നുണ്ട് കേട്ടോ. സോ ഞാൻ വീണ്ടും ഫൈൻഡ് X8ന്റെ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാ AI ഫീച്ചേഴ്സും ഇതിലുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, Wi-Fi 7 വരുന്നുണ്ട്. അതുപോലെ 4 മൈക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്വാഡ് മൈക്ക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. USB 3.2 ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഫാസ്റ്റായ ഡാറ്റ ട്രാൻസ്ഫർ ഫീഡും കാര്യങ്ങളും നമുക്ക് കിട്ടും. ആകെ ഒരു വ്യത്യാസം ഫൈൻഡ് X8ൽ ഈ പറഞ്ഞ മെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും USB 3.2 ഇല്ല, പകരം USB 2.0 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രോയിൽ നിങ്ങൾക്ക് പ്രോ ലെവൽ 3.2 തന്നെ കിട്ടുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ 2 ഫോണിലും ഇപ്പോഴേക്ക് വേറെ ഒരു പ്രശ്നവും കണ്ടില്ല. രണ്ടിലും ഇഷ്ടംപോലെ നല്ല സ്പെക്കുകളും കാര്യങ്ങളും ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, അതേപോലെ നല്ല AI ഫീച്ചറുകൾ എല്ലാ സെഗ്മെന്റിലേക്കും ഓപ്പോ കൊണ്ടുവരും.
വരുന്നു. അപ്പോൾ അതിനെ AI ഫീച്ചറുകളെ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും എല്ലായിടത്തേക്കും എത്തുന്നുണ്ട്, എല്ലാം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴേക്കും നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടുമില്ല. ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ വിലയനുസരിച്ചിരിക്കും എന്നുള്ളതാണ് സത്യം. വില എനിക്ക് ഇപ്പോഴേക്കും അറിയില്ല. അറിയുന്ന വഴിക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ അതും ചെക്ക് ചെയ്തോളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതാണ് ഓപ്പോ ഫൈൻഡ് X8 Pro എന്നീ ഫോണുകളുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. സംഗതി കൊള്ളാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.